Hello, my dear students. Welcome to Phoenix English Academy. ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് അക്കാദമിയുടെ ആദ്യത്തെ ക്ലാസ്, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ദയവായി ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഇതിലെ ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാനാണ് ബെല്ലൈക്കൺ അമർത്തുന്നത്. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെയാണ് എൻ്റെ വിദ്യാർത്ഥികൾ ഈ ക്ലാസ്സിന് മുമ്പിൽ ഇരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ട്രെയിനറാണ് ഈ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുന്നത്. ഒരു ഫീമെയിൽ ട്രെയിനർ വന്ന് നിങ്ങളെ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ എടുത്തു തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അവർ വളരെ സിമ്പിൾ ആയിക്കൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയെ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന ആ ടേംസ് നിങ്ങൾ എന്ത് ചെയ്യുക, അനുസരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. കൃത്യമായൊരു നോട്ട് നിങ്ങൾ പ്രത്യേകമായി പ്രിപ്പയർ ചെയ്യുക. ആ നോട്ടിലേക്ക് നിങ്ങൾ എന്ത് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. അപ്പോൾ നമ്മളൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ക്ലാസ്സിന് മുമ്പിലിരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കണം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, എനിക്ക് ഇംഗ്ലീഷ് എഴുതണം, അല്ലെ? ഈ ഒരു ചിന്താഗതി വെച്ച് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് വലിയ ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ് കരുതാറുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈസി സബ്ജക്റ്റാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്ക് ആ ലാംഗ്വേജ് സ്വായത്തമാക്കാൻ കഴിയും. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ എന്ത് ചെയ്യുന്ന ആശ്രയിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പല വേർഡുകളും നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആ നിലക്ക് നമ്മൾ അത്രയും കിട്ടി നമ്മുടെ വേർബ്സിനൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കും ഇവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ എന്ന് തുടങ്ങി സിമ്പിൾ ആയുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക, ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഫിനിക്സ് ഇംഗ്ലീഷ് അക്കാദമി. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ യൂസേജ് ഓഫ് എ ആൻഡ് ആൻ. അപ്പം എല്ലാവരും ശ്രദ്ധയോടെ ട്രെയിനർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രവിക്കുക, കൃത്യമായി അനുസരിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇത് രണ്ടും എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒന്ന് ആലോചിച്ചേ, നമ്മുടെ ഈ ലോകത്ത് എന്തോരം കാര്യങ്ങളുണ്ടല്ലേ. മരങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. പോട്ടെ, അടുക്കളയിലോട്ടൊന്ന് കയറി നോക്കിക്കേ, എന്തൊക്കെ കാര്യങ്ങൾ കാണാം. ഒരു ഫ്രിഡ്ജുണ്ട്, ഒരു മിക്സി ഉണ്ട്, ഒരു സ്റ്റൗ ഉണ്ട്, 2-3 പൈപ്പുണ്ട്. ആ പൈപ്പ് തുറന്നാൽ വെള്ളമുണ്ട്. ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്നാൽ മുട്ടയുണ്ട്, എണ്ണയുണ്ട്. അങ്ങനെ അവിടെയും എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ എണ്ണി? ഒരു ഫ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു, മിക്സി ഉണ്ടെന്ന് പറഞ്ഞു, സ്റ്റൗ ഉണ്ടെന്ന് പറഞ്ഞു, പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് എണ്ണാൻ പറ്റുമോ? എത്ര വെള്ളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല. അപ്പോൾ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളും എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മുന്നിലാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത്. ഈ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ തന്നെ അത് ഒരെണ്ണമേ ഉള്ളൂ എങ്കിലാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത്. ഒരെണ്ണത്തിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ആ 2 കാര്യങ്ങളും ഇപ്പം എ ഫ്രിഡ്ജ്, അല്ലെങ്കിൽ മിക്സി, സ്റ്റൗ, പൈപ്പ്, അങ്ങനെ നമുക്ക് പറയാം. ഇപ്പം ആൻ എഗ് അങ്ങനെ പറയാം. അപ്പം ഇതൊക്കെ ഒരെണ്ണമേ ഉള്ളൂ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇതെല്ലാം ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എയും ആനും യൂസ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് ആദ്യം ആനിലോട്ട് വരാം. നമ്മുടെ ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്റേഴ്സ് ഉണ്ടല്ലേ. അപ്പം ഈ 26 ലെറ്റേഴ്സിന് നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുഞ്ഞിലേ തൊട്ട് പഠിക്കുന്നതാണ്. വവൽസ് എന്ന് കേട്ടിട്ടുണ്ട്. എ, ഇ, ഐ, ഒ, യു. നമ്മൾ വായടയ്ക്കാതെ പറയുന്ന സൗണ്ടുകളാണ് എ, ഇ, ഐ, ഒ, യു എന്ന് പറഞ്ഞു നോക്കിയേ. എ, ഇ, ഐ, ഒ, യു. അപ്പം ഈ 5 സാധനങ്ങളെയാണ് നമ്മൾ വവൽസ് എന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാവരും ഇപ്പോൾ ആരായിരിക്കും? ബാക്കി എല്ലാവരും നമ്മൾ കൺസോണൻസ് എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ ഈ വവൽസ് എ ഇ ഐ ഒ യു ആണെങ്കിലും കൺസോണൻസ് ആണെങ്കിലും നമ്മൾ ഇതുങ്ങളെയൊക്കെ ലെറ്റേഴ്സ് ആയിട്ടല്ല കരുതുന്നത്, നമ്മൾ സൗണ്ട്സ് ആയിട്ട് വേണം കണക്കാക്കാനായിട്ട്, ശബ്ദങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. എ എന്ന് പറയുമ്പോൾ ആ എ എന്ന് പറഞ്ഞ സൗണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഐ, ഒ, യു ഇതെല്ലാം ശബ്ദങ്ങളാണ്. അതുപോലെ തന്നെയാണ് കൺസോണൻസ്. ഇപ്പം കൺസോണൻ ഒരു സൗണ്ട് എടുത്തേ, ബി എന്ന് പറയുമ്പോൾ ആ ബ എന്ന് പറഞ്ഞ സൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ വരുന്ന വേർഡ്സിന് മുന്നിൽ ഇപ്പം വവൽസ് എടുക്കുവാണെങ്കിൽ എ എന്ന് പറഞ്ഞ സൗണ്ട് എടുത്തു. എലിഫൻറ്റ് എന്ന് പറയുമ്പോൾ ആ എ എന്ന് പറഞ്ഞ ശബ്ദമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അത് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ വവൽ സൗണ്ട്സ് ഉള്ള വേർഡ്സിന് മുന്നിലാണ് നമ്മൾ ആൻ ചേർക്കുന്നത്. രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് നോക്കിയേ. ആൻ എലിഫൻറ്റ്, ആൻ എഗ്, ആൻ ഇൻസെക്റ്റ്, ആൻ ഓറഞ്ച്, ആൻ അംബ്രല്ല. അപ്പോൾ ഇതെല്ലാം എ, ഇ, ഒ, ഉ ഈ സൗണ്ട്സ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ആൻ ചേർക്കും. അതാണ് ആനിൻ്റെ പ്രത്യേകത. ആൻ എലിഫൻറ്റ്, ആൻ ആമി. അപ്പോൾ ഇതെല്ലാം ആ സൗണ്ട്സാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇതിനകത്ത് കൂടുതൽ നമ്മൾ മിസ്റ്റേക്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. ഓണസ്റ്റ് മാൻ. ഓണസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ ആരാ? സത്യസന്ധനായ ഒരു മനുഷ്യൻ. അപ്പം ആ ഓണസ്റ്റ് മാൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഏത് ചേർക്കും? എ ചേർക്കുമോ ആൻ ചേർക്കുമോ? ഓണസ്റ്റിൻ്റെ സ്പെല്ലിങ് HONEST ആണ്. അപ്പോൾ എച്ച് കൊണ്ട് തുടങ്ങുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ എ ചേർക്കാൻ പാടില്ല. കാരണം നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത് ആൻ ഓണസ്റ്റ് മാൻ എന്നാണ്. ഓ സൗണ്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. അതുപോലെ തന്നെയാണ് ആർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. HOUR അതിനാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. മണിക്കൂറിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. അപ്പം അതിന് ഫ്രണ്ടിൽ നമ്മൾ ആൻ ആണ് ചേർക്കുന്നത്. കാരണം ആ സൗണ്ടാണ് അവിടെ വരുന്നത്. അതുപോലെ ഓണർ, എയർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഈ എച്ച് കൊണ്ട് തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓ ആ സൗണ്ടൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ ആൻ ചേർക്കും. അതുപോലെ തന്നെ വേറെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ ആൻ LED TV. LED എല്ല് കൊണ്ടാണ് അത് തുടങ്ങുന്നത്. അത് 3 ലെറ്റേഴ്സാണ്, എല്ല് കൊണ്ടാണ് അത് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ പറയുമ്പോൾ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഏത് സൗണ്ടാണ് വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. LED എ സൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ SD കാർഡ്, നമ്മൾ മെമ്മറി കാർഡിൽ നമ്മൾ ഫോണിലൊക്കെ ഇടുന്നത്, ആ SD കാർഡിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സൗണ്ടാണ് വരുന്നത്? എ സൗണ്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെ നമ്മൾ ഒരു SD കാർഡ് ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആൻ SD കാർഡ്. അതുപോലെ തന്നെ MLA, ആൻ MLA. എം കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്നത്? MLA. MP, LD ക്ലർക്ക്. എൽ കൊണ്ട് തുടങ്ങുന്നെങ്കിലും എ സൗണ്ടാണ് അവിടെ വരുന്നത്. അപ്പം ആൻ LD ക്ലർക്ക്. അപ്പം ആൻ യൂസ് ചെയ്യാൻ എളുപ്പമല്ലേ? വവൽ സൗണ്ട്സ് മുന്നിൽ വരുന്ന വേർഡ്സിൻ്റെ തൊട്ട് മുന്നിൽ ചേർക്കുന്നതാണ് ആൻ. ആനിൻ്റെ യൂസേജ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എയിലോട്ട് പോകാം. ഈ എ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും വേർഡിൻ്റെ മുന്നിൽ ചേർക്കുമ്പോൾ എ എന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, എന്നാണ്. റൂം, ടേബിൾ. അപ്പോൾ ഇതെവിടെയാണ് വരുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞു വവൽ സൗണ്ട്സിൻ്റെ മുന്നിൽ ആരാ വരുന്നത്? ആനാണ് വരുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് എന്തോരം ലെറ്റേഴ്സ് ഉണ്ട്? ഇനി 21 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 21 സൗണ്ട്സ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ 21 സൗണ്ട്സിൻ്റെയും കൂടെ ആരാ വരുന്നത്? എ ആണ് വരുന്നത്. എക്സാമ്പിൾ നോക്കാലോ. ബോയ്, പെൻ, കൗ, ബോക്സ്, ടേബിൾ. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതെല്ലാം ഒന്ന് എ വെച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. ഒത്തിരി കാര്യങ്ങൾ കാണും അല്ലേ? അപ്പം ഇതിനകത്ത് തന്നെ ഇത് എളുപ്പമല്ലേ? പക്ഷേ മിസ്റ്റേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ വവൽ ലെറ്റേഴ്സ് വരുന്ന കുറച്ച് വേർഡ്സ് പക്ഷേ കൺസോണൻറ്റ് സൗണ്ട് ആയിരിക്കും അതിനുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു യൂറോപ്യൻ എന്നങ്ങനെ പറയും. യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള ആളെയാണ് നമ്മൾ യൂറോപ്യൻ എന്ന് പറയുന്നത്. ഈ യൂറോപ്യൻ്റെ സ്പെല്ലിംഗ് എന്താ? EUROPEAN. അപ്പോൾ ഈ കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? യൂറോപ്യൻ, സൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ എ ചേർക്കും, യൂറോപ്യൻ. ഇപ്പം 1 rupee നോട്ട്. വൺ എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് എന്താ? ONE. ഓ സൗണ്ടാണോ വരുന്നത് അവിടെ? പക്ഷേ ഓ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും അല്ല, സൗണ്ടാ. 1 എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പം അതിൻ്റെ മുന്നിൽ ആൻ 1 rupee നോട്ട് എന്നാണോ പറയേണ്ടത്? അല്ല, 1 rupee, 1 rupee നോട്ട്. പിന്നെ ചില വേർഡ്സ് ഉണ്ട്. യൂണിറ്റ്, യൂണിവേഴ്സിറ്റി, യൂണിയൻ.
ഇതെല്ലാം യു കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പം ഏത് സൗണ്ടാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. യൂണിറ്റ്, യൂണിവേഴ്സിറ്റി, യൂണിയൻ, ഇയർ സൗണ്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം മുന്നിൽ നമ്മൾ എ ചേർക്കും. അ യൂണിറ്റ്, അ യൂണിവേഴ്സിറ്റി, അ യൂണിയൻ. അതുപോലെ തന്നെ മിസ്റ്റേക്ക് വരുന്ന ഒരെണ്ണമാണ് ഇയർ, YEAR, വർഷം. അതും നമ്മൾ ചിലപ്പം ഇയർ എന്ന് പറയും, ഈ സൗണ്ട് വരും, അല്ല ഇയർ എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എ ആണ്, എ ഇയർ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എയുടെ യൂസേജ്. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഓരോ വസ്തുക്കളെയും എയും ആനും വെച്ച് ഡിവൈഡ് ചെയ്ത് പറയാമല്ലോ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എയും ആനും എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് പഠിച്ചത്. ഇതൊന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം, എന്നിട്ട് ഞാനൊരു ചെറിയ ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പം എയും ആനും എങ്ങനെ യൂസ് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് പോയിൻ്റായിട്ടൊന്ന് എല്ലാം ഓർത്തെടുക്കാം. ഫസ്റ്റ് പോയിൻ്റ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ. ഈ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എണ്ണാൻ പറ്റുന്ന വസ്തുക്കളുടെ മുന്നിലാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, ഈ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളിൽ തന്നെ ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ ആ ഒരെണ്ണത്തിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ നമ്മൾ വവൽസ് എന്നും കൺസോണൻസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വവൽസ് ഏതൊക്കെയാണ്? AEIOU. ബാക്കി എല്ലാ 21 അക്ഷരങ്ങളെയും നമ്മൾ കൺസോണൻറ്റ് സൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ പോയിൻ്റ്, ഈ വവൽ സൗണ്ട്സ് വെച്ച് തുടങ്ങുന്ന വേർഡ്സിൻ്റെ മുന്നിലാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഓറഞ്ച്, ആൻ ഇങ്ക് പെൻ. ഓക്കെ, അങ്ങനെ. ഇനി നാലാമത്തെ പോയിൻ്റ് അഞ്ചാമത്തെ പോയിൻ്റ് ഏതാ? കൺസോണൻറ്റ് സൗണ്ട്സ് വെച്ച് തുടങ്ങുന്ന വേർഡ്സിൻ്റെ മുന്നിലാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്. കൺസോണൻറ്റ് സൗണ്ട്സ് ഇപ്പോൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? B, C, D, F, G, അങ്ങനെ എല്ലാം ബാക്കി എല്ലാം കൺസോണൻറ്റ് സൗണ്ട്സ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് അത് എടുക്കേണ്ടത്? ഇപ്പം ബ, സ, അല്ലെങ്കിൽ ഹ, അങ്ങനെ പലതുണ്ട്. ഡ, ജ, അങ്ങനെ ആ സൗണ്ട്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ ഈ സൗണ്ട്സിൽ തുടങ്ങുന്ന വേർഡ്സിന് മുന്നിലാണ് നമ്മൾ ഏത് ചേർക്കേണ്ടത്? എ ചേർക്കേണ്ടത്. ബോയ്, ഡൈനിങ് റൂം, ഹോട്ടൽ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ട് പഠിച്ചത്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മിസ്റ്റേക്സ് വരുന്ന വേർഡ്സും പറഞ്ഞു. അതും ഒന്നും കൂടെ നന്നായിട്ട് കേട്ട് നോക്കണം. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങൾ കാണുന്ന പെട്ടെന്ന് കണ്ണിൽ പെടുന്ന 10 ഐറ്റംസ്, അതിനകത്ത് തന്നെ നിങ്ങൾ 5 എണ്ണം ഈ വവൽ സൗണ്ട്സ് കൊണ്ട് തുടങ്ങുന്നതും 5 എണ്ണം കൺസോണൻറ്റ് സൗണ്ട്സ് കൊണ്ട് തുടങ്ങുന്നതുമായ വസ്തുക്കളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. എന്നിട്ട് ഇതൊന്ന് ഒരു ബുക്കിലോട്ട് എഴുതിയിട്ട് ഇതിൻ്റെ മുന്നിൽ നമുക്ക് എ ആണോ ആൻ ആണോ വരുന്നതെന്നൊന്ന് ഇട്ട് കൊടുത്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങളുടെ റൂമിൽ കുറേ ബുക്സ് ഇരിപ്പുണ്ട്. ബുക്സ് എന്ന് എഴുതിയിട്ട് എയോ ആനോ ഇട്ട് കൊടുക്കാൻ നോക്കരുത്. കാരണം എന്താണ്? ബുക്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുണ്ട്. നമ്മൾ ഒരെണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എയും ആനും യൂസ് ചെയ്യുന്നത്. അപ്പം ബുക്സ് ഉണ്ടെങ്കിൽ പോലും ബുക്ക് എന്ന് എഴുതിയിട്ട് ബുക്ക് അങ്ങനെ എഴുതണം. ഓക്കെ അല്ലേ? എന്നിട്ട് ഇനി നിങ്ങൾ ഈ ഹോംവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിനെ കാണിക്കണം, എന്നിട്ട് കറക്റ്റ് ചെയ്യിപ്പിക്കണം. എന്നാലേ അവർക്ക് നിങ്ങളുടെ മിസ്റ്റേക്സും വല്ലതും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കണം. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും, ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് മുഴുവൻ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് പറഞ്ഞു തരും. അതിനകത്ത് നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ഗ്രാമർ പോർഷനുമായിട്ട് വരാം. ഓക്കെ, ബൈ. ഹായ് ഓൾ. നമ്മൾ ഏത് ഭാഷയിലും മറ്റൊരാളോട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിച്ചു വരുന്ന കുറേ വാക്യങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങളുണ്ടല്ലേ. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ സുഖമാണോ, എന്തൊക്കെയുണ്ട്, ബിസിയാണോ, എവിടെയാ, അങ്ങനെ കുറേ വാചകങ്ങളുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലും ഇതുപോലെ കുറേ ഫ്രേസസ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫ്രേസസ് ഉണ്ട്. ഇന്ന് നമ്മൾ അതിൽ 2 എണ്ണമാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു വാചകമാണ് ഹൗ ആർ യു, സുഖമാണോ, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ ഹൗ ആർ യു എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളുണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ ഹൗ ആർ യു യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ഹൗ ആർ യു എന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം യു എന്ന് പറയുന്നത് നമുക്ക് ഒരാളെന്നും
കൂടുതൽ പേരൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ്. ഓക്കെ, ഇപ്പോൾ കുറേ പേരുണ്ടെങ്കിൽ ഹൗ ആർ യു എന്നല്ലാതെ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? ഹൗ ആർ യു ഓൾ എന്ന് നമുക്ക് ചോദിച്ചാൽ അവിടെ അർത്ഥം ക്ലിയർ ആണ്. എല്ലാവരെയും കൂടെയാണ് നമ്മൾ അവിടെ അഭിസംബോധന ചെയ്ത് വിശേഷം ചോദിക്കുന്നത് എന്നവിടെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അവിടെ ഏറ്റവും ലാസ്റ്റ് ഓൾ ചേർക്കാനായിട്ട് പറ്റും. ALL ഓൾ. ഹൗ ആർ യു ഓൾ എന്ന് വെച്ചാൽ എല്ലാവരും എന്തു പറയുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിനെ മറ്റും കാണുമ്പോൾ അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് കാണുന്നവരോടൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജോലിയൊക്കെ എങ്ങനെയുണ്ട്, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൗ ഇസ് വർക്ക് ഗോയിങ്. ഹൗ ഇസ് വർക്ക്, വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി, ഗോയിങ്, ഹൗ ഇസ് വർക്ക് ഗോയിങ്. അതിൻ്റെ അർത്ഥമാണ് ജോലിയൊക്കെ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഹൗ ആർ യു ഓൾ അതും ഹൗ ഇസ് വർക്ക് ഗോയിങ് ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫ്രേസസ് ആണ്. ഓക്കെ.